രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള സംഗമമാണ് എന്നുള്ളതാണ്. നോക്കൂ, 2018 നവോത്ഥാന രണ്ടാം നവോത്ഥാനം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന നവോത്ഥാന സംരക്ഷണത്തിൽ നിന്നും ആഗോള അയ്യപ്പ സംഗമത്തിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുന്നത്, ഇടത് സർക്കാർ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 10 വർഷത്തിനിടയിൽ ആലോചിക്കാത്ത ഒരു കാര്യം, 10ാം വർഷം തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന രൂപത്തിൽ തന്നെ ആ പരിപാടിക്ക് പേരിടുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമാണത്. ആ രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ളത് നഷ്ടപ്പെട്ടു പോയ ഭൂരിപക്ഷ വോട്ട് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപെടുത്തിരിക്കുന്ന രാഷ്ട്രീയമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പറഞ്ഞ പുരോഗമന രാഷ്ട്രീയം കേരളത്തിൽ എല്ലാവരും അതിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ CPM-നുണ്ടായിരുന്നു, ഇടത് സർക്കാരിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗത്തിൽ തന്നെ ആ കോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോയപ്പോൾ പലയിടത്തും അത് പാളിച്ചകൾ പറ്റി. ആ പാളിച്ചകൾ എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ വീടുകളിലും ചെന്ന് നേതാക്കൾ ഞങ്ങൾക്കൊരു പിഴവ് പറ്റിയതാണെന്ന രൂപത്തിൽ അത് വിശദീകരിക്കുന്നതിലേക്ക് എത്തിയ കാര്യമാണ്. അങ്ങനെ അതൊരു പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. പിന്നീട് നടന്ന കാര്യം നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങനെയാണ് ന്യൂനപക്ഷ സംരക്ഷകരാണ് ഞങ്ങളേ ഉള്ളൂ നിങ്ങളെ രക്ഷിക്കാൻ എന്ന രൂപത്തിൽ നടത്തിയ പ്രസംഗങ്ങൾ സമസ്തയിൽ തന്നെ ഒരു വിഭാഗത്തെ കൂടെ ചേർക്കാനും പൗരത്വ സമരത്തിലുമായി ബന്ധപ്പെട്ടൊക്കെ കേരളത്തിൽ ആദ്യം നിലപാടെടുത്ത് ഒരു വലിയ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാനും ഒക്കെ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. ആ കാലത്തൊക്കെ ന്യൂനപക്ഷം അത്തരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ വോട്ട് എടുപ്പ് കഴിഞ്ഞപ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നുള്ളതാണ്.